സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ അതിശക്തമായ മഴ തുടരുന്നുണ്ട് എന്നുള്ളതാണ്. വരുന്ന 3 മണിക്കൂറിൽ എല്ലാ ജില്ലകളിലും ഓറഞ്ച് അലേർട്ട് ഉണ്ട്. കൂടാതെ 3 ജില്ലകളിൽ റെഡ് അലേർട്ട് അത് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതാണ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലാണ് റെഡ് അലേർട്ട് ഉള്ളത്. കനത്ത കാറ്റ് എന്നുള്ളത് അത് തുടക്കം മുതൽ തന്നെ നമ്മൾ കാണുന്നതാണ്. അതുമായി ബന്ധപ്പെട്ട നാശനഷ്ടങ്ങളുടെയൊക്കെ വിവരങ്ങളാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായൊരു മുന്നറിയിപ്പ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മത്സ്യത്തൊഴിലാളികൾക്കുൾപ്പെടെ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. കാറ്റ് വലിയ വേഗത്തിൽ വീശാനുള്ള സാധ്യതയുണ്ട് എന്ന ഏറ്റവും പുതിയ മുന്നറിയിപ്പ് കൂടി വരുന്നുണ്ട്. മേഘന മുരളി വിശദാംശങ്ങളുമായി. മേഘന, ഏറ്റവും പുതിയ മുന്നറിയിപ്പ് എങ്ങനെയാണ്? അനുജ, സംസ്ഥാനത്ത് കഴിഞ്ഞ 3 മണിക്കൂർ എല്ലാ ജില്ലകളിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചായിരുന്നു കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഒരു ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നത്. പൊതുവെ ഇന്ന് 3 ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് കണ്ണൂർ, കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് അതിതീവ്ര മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്നുള്ള റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ 8 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും ബാക്കി 3 ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പുമാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിൽ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലാണ് യെല്ലോ മുന്നറിയിപ്പ് തുടരുന്നത്. അതുപോലെ തന്നെ ബാക്കി 8 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ച് ഇടപെട്ട് ശക്തമായ മഴ പെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിലടക്കം നഗരഭാഗത്തേക്ക് മഴ വിട്ടു നിൽക്കുന്നുണ്ടെങ്കിലും മലയോര പ്രദേശങ്ങളിലൊക്കെ അടക്കം അതിശക്തമായ മഴ ഇപ്പോഴും തുടരുകയാണ്. അതുപോലെ തന്നെ മണ്ണിടിച്ചിലടക്കമുള്ള സാധ്യതകളുണ്ട്. അതിലുള്ള ജാഗ്രതാ നിർദ്ദേശം അടക്കം ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ പ്രധാനമായും ഈ തീരദേശത്ത് താമസിക്കുന്നവർക്കും ഈ മത്സ്യത്തൊഴിലാളികൾക്കും അടക്കം ഉയർന്ന തിരമാലകൾക്ക് അടക്കമുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. അതിൽ ഉയർന്ന തിരമാലയുമായി ബന്ധപ്പെട്ട് 9 ജില്ലകളിലാണ് ഇപ്പോൾ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഇപ്പോൾ ഈ ഉയർന്ന തിരമാലയുമായി ബന്ധപ്പെട്ട് ജാഗ്രതാ നിർദ്ദേശവും റെഡ് അലർട്ടും പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികൾ കൂടുതലും ജാഗ്രത പാലിക്കണം. മത്സ്യബന്ധനത്തിനടക്കം ഈ മാസം 31 വരെ കടലിൽ പോകുന്നതിനും മത്സ്യത്തൊഴിലാളികൾക്ക് വിലക്കുണ്ട്. അങ്ങനെ കർശനമായൊരു നിർദ്ദേശം നൽകുന്നു. കാരണം വരും മണിക്കൂറുകളിലും ഒരു മഴ ശക്തമാകാനുള്ള സാധ്യതയുണ്ട്. അതിന് കാരണമായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നതും ബംഗാൾ ഉൾക്കടലിൽ ഒരു ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുണ്ട്. ഈ ന്യൂനമർദ്ദം ഒഡീഷ തീരത്തോട് സമീപമായിട്ടാണ് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത്. അതിന്റെ ഒരു സ്വാധീനം കേരളത്തിലെ കാലവർഷത്തെ സ്വാധീനിക്കാമെന്നുള്ളതാണ്. കൂടാതെ കേരള തീരത്ത് പടിഞ്ഞാറൻ കാറ്റും ഇപ്പോൾ നിലകൊള്ളുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മഴ ശക്തമാകും. അത് വരും മണിക്കൂറുകളിലും വരും ദിവസങ്ങളിലും മഴ ശക്തമാകുമെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടാണ് കർശന ജാഗ്രതാ നിർദ്ദേശം നൽകുന്നത്. അതുപോലെ തന്നെ പല നദികളിലും കേരളത്തിലുടനീളമുള്ള പല നദികളിലും പ്രളയ സാധ്യതാ മുന്നറിയിപ്പ് കൂടി സമുദ്ര പഠന ഗവേഷണ കേന്ദ്രം നൽകുന്നുണ്ട്. അതിൽ ഏതെങ്കിലും തരത്തിൽ നദിയിൽ ഇറങ്ങാനോ അല്ലെങ്കിൽ നദി മുറിച്ചു കടക്കാനോ മീൻപിടുത്തത്തിനോ ഒന്നും ശ്രമിക്കരുത്. അത് പലതരത്തിലും അപകടകരമായിട്ടുള്ള ജലനിരപ്പാണ് പല നദികളിലും ഉള്ളത് എന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ ഇപ്പോൾ സമുദ്ര പഠന ഗവേഷണ കേന്ദ്രവും നൽകുന്നുണ്ട്. അങ്ങനെ സംസ്ഥാനത്ത് ഉടനീളം വരും മണിക്കൂറുകളിലും അതിശക്തമായ മഴ പെയ്യും. അതുപോലെ തന്നെ അതോടൊപ്പം എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ നാശനഷ്ട കണക്കാണ്. കാരണം സംസ്ഥാനത്തുടനീളം കഴിഞ്ഞ 2 ദിവസമായി പെയ്യുന്ന മഴയിൽ കനത്ത നാശനഷ്ടം, അത് വ്യാപകമായിട്ടുള്ളൊരു നാശനഷ്ടം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. അത് തിരുവനന്തപുരം ജില്ലയുടെ മലയോര മേഖലയിലാണെങ്കിൽ പോലും പലതരത്തിലും വീടുകൾ നഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഭാഗികമായി വീടുകൾ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ 3 ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് വടക്കൻ ജില്ലകൾ കൂടുതലായും ജാഗ്രത പാലിക്കണമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു. അതാണ്, വടക്കൻ ജില്ലകളിലാണ് ഇനിയും ഏറ്റവും ശക്തമായ മഴ പെയ്യാൻ സാധ്യതയുള്ളത്. പക്ഷേ വരുന്ന 3 മണിക്കൂറിൽ എല്ലാ ജില്ലകളിലും ഓറഞ്ച് അലേർട്ട് ഉണ്ട് എന്നുള്ളതാണ്. റെഡ് അലേർട്ട് ഉള്ളതാണ് 3 വടക്കൻ ജില്ലകളിൽ.